പാലക്കാട് അസംബ്ലി ഉപതെരഞ്ഞെടുപ്പിൽ പ്രധാന മത്സരം ഏതൊക്കെ മുന്നണികൾ തമ്മിലാണ് എന്ന കാര്യത്തിൽ കോൺഗ്രസിൽ ഇപ്പോഴും തർക്കം തുടരുകയാണ്. ഒരു നേതാവ് ഒന്ന് പറയുമ്പോൾ മറ്റേ നേതാവ് വേറൊന്ന് പറയും. കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ പാലക്കാട്ട് പ്രചാരണത്തിനെത്തി. അദ്ദേഹം എത്തുമോ ഇല്ലയോ എന്നൊരു ചോദ്യം ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം പാലക്കാട്ടെത്തി. AICCയുടെ നിർദ്ദേശപ്രകാരമാണ് താൻ പ്രചാരണത്തിന് വന്നതെന്നും എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരെടുത്ത് പറയാതെ പ്രസംഗിക്കുകയും ചില മാധ്യമ ചോദ്യങ്ങൾക്ക് മുന്നിൽ താൻ UDF വേണ്ടിയാണ് വോട്ട് ചോദിക്കുന്നത് എന്ന് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പറയാതെ വോട്ട് അഭ്യർത്ഥിക്കുകയുമാണ് ഉണ്ടായത്. അപ്പോൾ കെ മുരളീധരൻ ഒരു കാര്യം പറഞ്ഞു, പാലക്കാട്ട് പ്രധാന മത്സരം LDF-ഉം UDF-ഉം തമ്മിലാണ്. തൊട്ട് തലേന്ന് VD സതീശൻ പ്രതിപക്ഷ നേതാവ് പറയുന്നു പാലക്കാട്ട് പ്രധാന മത്സരം UDF-ഉം BJP-യും തമ്മിലാണ്. മുരളീധരൻ പാലക്കാട്ട് ഇത് പറഞ്ഞതിന് ശേഷവും കോഴിക്കോട്ട് VD സതീശൻ പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു പാലക്കാട്ടെ മത്സരം UDF-ഉം BJP-യും തമ്മിലാണ്. അപ്പം മുരളിയെ അവിടെ തള്ളിപ്പറയുകയായിരുന്നു. അപ്പോൾ കോൺഗ്രസിലെ നേതാക്കൾക്ക് തന്നെ ഇക്കാര്യത്തിൽ രണ്ടഭിപ്രായമാണ്. ചില നേതാക്കൾ പറയുന്നു മത്സരം LDF-ഉം UDF-ഉം തമ്മിലാണ്. VD സതീശനും ചില ആൾക്കാരും പറയുന്നു, അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ പറയുന്നു പ്രധാന മത്സരം UDF-ഉം BJP മുന്നണി NDA-യും തമ്മിലാണ്. നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തത് എന്താണ്? ശരിക്കും ആരൊക്കെ തമ്മിലാണ് പ്രധാന മത്സരം? അതിനെപ്പറ്റി കോൺഗ്രസിന് വ്യക്തമായ ഒരു ധാരണ എന്താ ഇല്ലാത്തത്? എന്താണ് DCC നേതൃത്വം പല കാര്യത്തിലും മൗനം പാലിക്കുന്ന പാലക്കാട് DCC? ഇപ്പം മുരളിയുടെ പ്രചാരണം നടന്നു. ഇതേപോലെ പ്രധാന മത്സരം ആരൊക്കെ തമ്മിലാണെന്ന് DCCക്ക് ഒരു അഭിപ്രായം വേണ്ടേ? പാലക്കാട് ജില്ലയുടെ കോൺഗ്രസ് നേതൃത്വമല്ലേ? പാലക്കാട്ട് ജില്ലാ ആസ്ഥാനത്ത് നടക്കുന്ന ഈ വാശിയേറിയ തിരഞ്ഞെടുപ്പിൽ ആരൊക്കെ തമ്മിലാണ് പ്രധാന മത്സരമെന്ന് DCCക്ക് പറഞ്ഞുകൂടെ? അപ്പം ഇതൊക്കെ കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾ മുഴച്ചു വരുന്നതാണ് കാണിക്കുന്നത്. അവിടെ പത്മജയുടെ വക കോൺഗ്രസ് വിട്ട് BJP-യിൽ പോയ പത്മജയുടെ വക മുരളിയെക്കുറിച്ചുള്ള പരാമർശങ്ങളും മുരളി അതിന് കൊടുത്ത മറുപടിയുമൊക്കെ ഇവിടെ വലിയ ചർച്ചയാവുന്നുണ്ട്. അപ്പം എന്താണ് പത്മജ പറഞ്ഞത്? പത്മജ പറഞ്ഞത് ഞങ്ങളുടെ അമ്മയെ അധിക്ഷേപിച്ച ആൾക്ക് വേണ്ടി കെ മുരളീധരൻ ആങ്ങട വോട്ട് ചോദിക്കാൻ പോയി എന്നാണ്. എങ്ങനെയുണ്ട്? അതായത് ഞങ്ങളുടെ അമ്മയെ, കല്യാണിക്കുട്ടിയമ്മയെ അധിക്ഷേപിച്ച രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പാലക്കാട്ട് വോട്ട് ചോദിക്കാൻ സ്വന്തം ചേട്ടനായ കെ മുരളീധരൻ പോയിരിക്കുന്നു എന്നാണ്. ഇതിന് കെ മുരളീധരൻ മറുപടി പറഞ്ഞു പെങ്ങളോട്, പത്മജിയോട്. അത് ഇങ്ങനെയാണ്: പാർട്ടിയിൽ നിന്നും പോകുന്നതിന് മുമ്പ്, അതായത് പത്മജ പോകുന്നതിന് മുമ്പ്, പാർട്ടിയിൽ നിന്നും പോകുന്നതിന് മുമ്പ് തൃശ്ശൂരിൽ പേര് കേൾക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചിരുന്നു. പത്മജ മുരളിയോട് ചോദിച്ചിരുന്നു, തൃശ്ശൂർ മത്സരിക്കുമെന്ന് കേൾക്കുന്നുണ്ടല്ലോ ലോക്സഭയിലേക്ക്. അന്ന് പത്മജ കോൺഗ്രസ് വിട്ടു പോയിട്ടില്ല, ആ സമയത്തെ ചോദ്യമാണ്. അപ്പോൾ ഞാനതിന് മറുപടി പറഞ്ഞത് ഞാനിപ്പോൾ വടകരയിലാണ്, വടകര MP ആണ്. ഞാനിപ്പോൾ വടകര MP ആണ്. അവിടെ നിന്നും മാറേണ്ടുന്ന സാഹചര്യമില്ലെന്നാണ്. അവർ പോയപ്പോഴല്ലേ മാറേണ്ടി വന്നത്? പത്മജ കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് പോയപ്പോഴല്ലേ ഞാൻ തൃശ്ശൂരേക്ക് മാറേണ്ടി വന്നത്? അവർ പോയില്ലായിരുന്നെങ്കിൽ ഞാൻ വടകരയിൽ തന്നെ നിന്നേനം, MP ആയേനെ. അവർക്കും പാർട്ടിയിൽ ഒരു അഡ്രസ്സ് ഉണ്ടായേനെ. ഇപ്പം എന്തായി? പോയിട്ട് വല്ല മെച്ചവും ഉണ്ടായോ? BJP-യിൽ പോയിട്ട് വല്ല മെച്ചവും ഉണ്ടായോ പത്മജയ്ക്ക് എന്നൊക്കെ മുരളീധരൻ ചോദിക്കുകയാണ്. അപ്പം ഇതാണ് അതിന് പറഞ്ഞ മറുപടി. അപ്പം ഇവിടെ വേറൊരു കാര്യം കൂടെ കെ മുരളീധരൻ പറഞ്ഞു. സരിൻ മിടുക്കനായ സ്ഥാനാർത്ഥിയാണ്, മിടുക്കനാണ്. അതാണല്ലോ ഒറ്റപ്പാലത്ത് മത്സരിപ്പിച്ചത്. അതുകൊണ്ടാണല്ലോ പാർട്ടിയിൽ നിന്നിരുന്നെങ്കിൽ വീണ്ടും മത്സരിപ്പിക്കുമായിരുന്നു, ഒറ്റപ്പാലത്തോ എവിടെയോ മത്സരിപ്പിക്കുമായിരുന്നു. സരിൻ മിടുക്കനാണെന്നൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും, അതായത് LDF-ന്റെ സ്ഥാനാർത്ഥി, കോൺഗ്രസ് വിട്ടു വന്ന വിമതനായിട്ട് വന്ന സ്ഥാനാർത്ഥിയായ മിടുക്കനാണെന്ന് പറയുകയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറയാതെ പ്രചരണം നടത്തുകയും ചെയ്ത മുരളീധരൻ ശരിക്കും ആർക്കു വേണ്ടിയാണ് വോട്ട് ചോദിച്ചത് എന്നൊരു ചോദ്യം ബാക്കിയുണ്ട്. എന്തായാലും പാലക്കാട് രസമാണ്, നല്ല ചൂട് പിടിക്കുകയാണ്.
വയനാടും ചേലക്കരയും പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അതേപ്പറ്റി നമുക്ക് പൊതുവായ ഒരു വിലയിരുത്തലുണ്ട്. പക്ഷേ വയനാട്ടിലെ പ്രചാരണത്തിൻ്റെ ചില 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 ഏടുകൾ നോക്കിയാൽ അതും രസകരമാണ്. രാഹുൽ ഗാന്ധിക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം നേടും പ്രിയങ്ക എന്നാണ് കോൺഗ്രസ്സുകാരുടെ വാദം. അതല്ല, ഭൂരിപക്ഷം ഞങ്ങൾ കുറയ്ക്കുമെന്നൊക്കെ പ്രതിപക്ഷം പറയുന്നതായിട്ട് ചില റിപ്പോർട്ട്. അത് കുറയ്ക്കുകയോ എന്തോ ആവട്ടെ, പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ LDFിൻ്റെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് സത്യൻ മുഖേരി. മുമ്പ് MI ഷാനവാസിനെതിരെ കടുത്ത മത്സരം കാഴ്ചവെച്ചിട്ട് ചെറിയ വോട്ടിന് MI ഷാനവാസ് ജയിച്ച വയനാട് ലോക്സഭയാണ്. അവിടെ വീണ്ടും സത്യൻ മുഖേരി മത്സരിക്കുകയാണ് പ്രിയങ്കയ്ക്കെതിരെ. പ്രിയങ്ക ഗ്ലാമർ കാർഡ് വെച്ചിട്ടാണ് വോട്ട് പിടിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ മയങ്ങി പോകുന്നവരാണ് വയനാട്ടിലെ വോട്ടർമാരെന്ന് ഞങ്ങളൊരു വീഡിയോയിൽ ചോദിച്ചിരുന്നു. അത് വോട്ടെണ്ണുമ്പോൾ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. പ്രധാന ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതെ ഒരു തിരഞ്ഞെടുപ്പിൽ മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യുക, അത് വോട്ടർമാരെ അത് ഏറ്റെടുക്കാൻ വോട്ടർമാരെ നിർബന്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ വയനാട്ടിൽ നടക്കുന്നുണ്ട്. യഥാർത്ഥ പ്രശ്നങ്ങൾ അവഗണിക്കപ്പെടുന്നത് ദുരിതാശ്വാസം, മറ്റ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ, വിലത്തകർച്ച, കാർഷിക ഭൂമികളുടെ, അങ്ങനെ പല വിഷയങ്ങൾ. അപ്പോൾ ഇവിടെ പൊന്തി വന്ന മറ്റൊരു വിഷയം ഈ ലീഗിൻ്റെ പച്ചക്കൊടിയാണ്. അത് 2019 രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോഴും പ്രശ്നമാക്കി, ഇപ്പോഴും കോൺഗ്രസ്സുകാർ പ്രശ്നമാക്കി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പച്ചക്കൊടി ഉപയോഗിക്കരുതെന്ന് പ്രിയങ്ക ഗാന്ധിയുടെ കാര്യത്തിലും കോൺഗ്രസ് നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അത് ലീഗിന് അംഗീകരിക്കേണ്ടി വന്നു. 2019 രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ ഇതേ പ്രശ്നം ഉണ്ടായി. അതെന്തുകൊണ്ടാണ്? ആക്ഷേപം വന്നു, ലീഗിൻ്റെ പച്ചക്കൊടി പാകിസ്ഥാൻ കൊടിയാണെന്ന് വടക്കേ ഇന്ത്യയിൽ സംഘ്പരിവാർ BJP പ്രചരിപ്പിച്ചു. അങ്ങനെ വോട്ടവർ കൊണ്ടുപോയി, കോൺഗ്രസ്സിന് വൻ തിരിച്ചടിയുണ്ടായി. അതിൻ്റെ പേരിലാണ് പച്ചക്കൊടി നിരോധനം ഏർപ്പെടുത്തിയത്. പക്ഷെ ബലൂൺ ആവാം, ബലൂൺ ഊതിയാൽ മതി, ലീഗുകാർ പച്ച ബലൂൺ വെച്ചോളൂ എന്നായി. അങ്ങനെ ഇത്തവണയും ബലൂണിനാണ് അവിടെ പ്രാധാന്യം. പ്രിയങ്ക ഗാന്ധിയുടെ സ്വീകരണ യോഗത്തിലൊക്കെ ബലൂണിനാണ് പ്രാധാന്യം. പക്ഷെ കഴിഞ്ഞ ദിവസം ഒരിടത്ത് പച്ചക്കൊടി വന്നപ്പോൾ പ്രിയങ്ക ഗാന്ധി പ്രസംഗിക്കാതെ ദേഷ്യപ്പെട്ട് തിരിച്ചുപോയ സംഭവം ഉണ്ടായി. അതായത് വയനാട്ടിലെ തരുവണയിലെ സ്വീകരണം, അവിടെ പച്ചക്കൊടി കണ്ടതോടെ കലിയിളകിയ പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസ്സുകാരും പ്രസംഗിക്കാതെ പ്രിയങ്ക തിരിച്ചുപോയി. ഇതിൻ്റെ പേരിൽ ലീഗുകാരും സിദ്ദിഖ് MLAയും തമ്മിൽ അവിടെ വാക്കേറ്റമുണ്ടായി, ചൂടുപിടിച്ച വാദ പ്രതിവാദങ്ങളുണ്ടായി. കോൺഗ്രസ്സുകാരും ലീഗുകാരും തമ്മിൽ സംഘർഷാവസ്ഥയിലെത്തി തരുവണയിൽ, വയനാട്ടിൽ. അപ്പോൾ ഈ പച്ചക്കൊടി ലീഗിന് ആത്മാഭിമാനമായിട്ട് പിടിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ എങ്ങനെ ഈ മുന്നണിയിൽ ലീഗ് പോകുന്നു? 1948 മുതൽ ലീഗ് പിടിക്കുന്ന കൊടിയാണ് പച്ചക്കൊടി. ഇന്നിപ്പോൾ CH മുഹമ്മദ് കോയെ പോലുള്ള ലീഗ് നേതാക്കൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അവരിതിനോട് എങ്ങനെ പ്രതികരിക്കുമായിരുന്നു? ഇപ്പോഴത്തെ ലീഗ് നേതൃത്വം പ്രതികരിക്കുന്ന രീതിയിൽ ആകുമായിരുന്നില്ല പഴയ ലീഗ് നേതാക്കൾ പ്രതികരിക്കുക, അവർ ജീവനോടെ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ. ഇപ്പോഴത്തെ ലീഗ് പത്തി താഴ്ത്തി കോൺഗ്രസ് പറയുന്ന കേട്ട് എവിടെങ്കിലും പച്ചക്കൊടി കാണിക്കുന്നവന് അടി കിട്ടുന്ന അവസ്ഥ. ലീഗ് പ്രവർത്തകർക്ക് അടി കിട്ടുന്നുണ്ട് കോൺഗ്രസ്സുകാരുടെ, വയനാട്ടിലുൾപ്പെടെ. അപ്പോൾ ഇതൊരു വല്ലാത്ത അവസ്ഥയല്ലേ? ഇതിനെതിരെ പ്രതികരിക്കാൻ ലീഗിന് കഴിയുന്നില്ല. പാണക്കാട്ട് തങ്ങൾക്ക് കഴിയുന്നില്ല, ലീഗിൻ്റെ പരമോന്നത നേതാവിന്. കുഞ്ഞാലിക്കുട്ടിയെപ്പോലുള്ള ലീഗിൻ്റെ സംഘാടകരായ പ്രധാന നേതാക്കളും മിണ്ടുന്നില്ല. ലീഗിൻ്റെ പ്രവർത്തകർ ഈ അപമാനമെല്ലാം സഹിച്ച് ബലൂൺ ഊതി നടന്നാൽ മതിയോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. കൊടി പിടിക്കേണ്ട ആത്മാഭിമാനം എന്ന് പറയുന്നൊരു പാർട്ടി പതാക ഉയരത്തിൽ പിടിക്കുക എന്നാണ്, പച്ചക്കൊടി. കുറെ കാലം മുമ്പ് മലപ്പുറത്ത് മുസ്ലിം ലീഗിലൊക്കെ പ്രവർത്തിച്ച പലരും CPIM-ലേക്കും ഇടതുപക്ഷത്തേക്കും വന്നപ്പോൾ മലപ്പുറത്തും ചുറ്റുപാടും അന്ന് പറഞ്ഞു കേട്ടൊരു മുദ്രാവാക്യമുണ്ട്, വിളിച്ചു കേട്ടൊരു മുദ്രാവാക്യമുണ്ട്. ഇടതുപക്ഷത്തോട് ആഭിമുഖ്യമുള്ള ലീഗ് പ്രവർത്തകരെ ലീഗ് വിട്ടുവന്നവരുടെ ഒരു മുദ്രാവാക്യമൊക്കെ ഉണ്ട്. എന്താണ്? പച്ചച്ചെങ്കൊടി ജയിക്കട്ടെ. പച്ചച്ചെങ്കൊടി എന്ന് പറഞ്ഞാൽ പച്ചക്കൊടി അവിടെയുണ്ട്, പച്ചക്കൊടിയും ചെങ്കൊടിയും ഞാൻ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ്. പച്ചച്ചെങ്കൊടി ജയിക്കട്ടെ. ഇവിടെ പച്ച ബലൂണും വീർപ്പിച്ചുകൊണ്ട് നടക്കുന്ന അവസ്ഥയിലേക്ക് ലീഗ് എത്തിപ്പോയി എന്നുള്ളത്
ലീഗിൻ്റെ ഒരു രാഷ്ട്രീയമായ ഒരു അപജയമാണ്. അത് ലീഗിന് പ്രശ്നമല്ലേ, പിന്നെ ആർക്കാ പ്രശ്നം? നാട്ടുകാർക്കെന്ത് പ്രശ്നം? അപമാനവും സഹിച്ച് കോൺഗ്രസിൻ്റെ രാഹുലിനെ ജയിപ്പിച്ചു, ഇപ്പം കോൺഗ്രസിൻ്റെ പ്രിയങ്കയെ ജയിപ്പിക്കും. സന്തോഷം, സുഖം, സമാധാനം.